നമ്മളിന്ന് പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ വൈറലായ ഒരു ക്രിസ്മസ് പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ടാണ്. തെങ്ങുവിളക്കുഴി, നെയ്യാറ്റിൻകര എന്ന് പറഞ്ഞ സ്ഥലത്തിന് കുറച്ചടുത്താണ് ഈ തെങ്ങുവിളക്കുഴി എന്ന് പറഞ്ഞ സ്ഥലമുള്ളത്. അപ്പോൾ നമ്മൾ അവിടെയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അവരുടെ കഴിവിൻ്റെ മാക്സിമം അവർ കൊടുത്താണ് അവർ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇച്ചിരി റോഡ് കാര്യങ്ങളൊക്കെ ഇച്ചിരി മോശമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കാറിലും ടൂ വീലറൊക്കെ നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റും. അപ്പം നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവരുടെ ലൈറ്റ് സെറ്റിങ്സും ഒക്കെ ഗ്രാൻഡ് ലൈറ്റ് സെറ്റിങ്സാണ്, ഒന്നും പറയാനില്ല. നല്ല ഭംഗിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഒരു ചർച്ചിൻ്റെ നേതൃത്വത്തിൽ, CSI ചർച്ചിൻ്റെ നേതൃത്വത്തിൽ അവർ ചെയ്തത് ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറച്ച് ഉള്ളോട്ട് റിമോട്ട് ഏരിയ ആണെങ്കിലും അതൊന്നും നമുക്ക് ബാധിക്കാത്ത രീതിയിൽ തന്നെയാണ് അവർ ആ ഒരു ലൈറ്റ് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് പിള്ളേർക്ക് 100% ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ്. അപ്പോൾ നമ്മൾ നിങ്ങൾ കാണുമ്പോൾ ഇഷ്ടംപോലെ സ്റ്റാറും ലൈറ്റും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ടിക്കറ്റ് കൗണ്ടറാണ് നമുക്കൊരു അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത്. ഏറ്റവും കുറഞ്ഞ ടിക്കറ്റാണ്, 30 റുപ്പീസേ വരുന്നുള്ളൂ നമുക്ക് ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് ഗൂഗിൾ പേയും അല്ലാതെ ക്യാഷും കൊടുത്ത് കയറാം. നമ്മൾ കയറി കഴിയുമ്പോൾ ഒരു സൈഡിൽ ഇതുപോലെ റെയിൻഡിയറും കാര്യങ്ങളാണ് നമ്മളെ വെയിറ്റ് ചെയ്യാൻ വെച്ചേക്കുന്നത്. അല്ല അതുപോലെ തന്നെ അവരുടെ പുൽക്കൂട്, അവരുടെ ഹൈലൈറ്റ് ആയിട്ടാണ് പുൽക്കൂട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഒരു റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്ന രീതിയിലുള്ളൊരു പുൽക്കൂടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലൈറ്റ് സെറ്റിങ്സും ഉണ്ട്, നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ല രീതിയിൽ ഞാൻ 2-3 പ്രാവശ്യം എടുത്ത് പറഞ്ഞത് ശരിക്കും നമുക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് അങ്ങനെ നല്ല രീതിയിൽ പറഞ്ഞത്. അപ്പം ഇന്നും കൂടെ മാത്രമേ നമുക്ക് ആ പ്രോഗ്രാം അവിടെ വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് പോയി കാണാൻ പറ്റുന്ന ചാൻസ് അവിടെ ഉണ്ട്. പിന്നെ നമ്മളെല്ലാം പറയാമല്ലോ, ഉത്സവപ്പറമ്പിൽ പോകുന്ന ഇച്ചിരി വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. പക്ഷെ അതൊന്നും കാര്യമാക്കണ്ട. ഞങ്ങളിതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ചായ കുടിച്ചിട്ട് നമുക്ക് ഫ്രണ്ടിലോട്ട് പോകാമെന്നാണ് പ്ലാൻ ചെയ്തത്. 2 ഷോയാണ് കാണാനുള്ളത്. ഒന്ന് ഗോസ്റ്റ് ഹൗസും 3D വാട്ടർ ഷോ. അപ്പോൾ നമ്മൾ ഗോസ്റ്റ് ഹൗസിലോട്ട് കയറുന്ന വഴിക്ക് തന്നെയാണ് ഈ ടീ സ്റ്റോളും കാര്യങ്ങളും. പക്ഷെ നല്ല തിരക്കുണ്ട്. ഞങ്ങൾ ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ് പോയെങ്കിലും അത്യാവശ്യം നല്ല തിരക്കുണ്ട്. കാരണം ഇത്രയും ക്യൂ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഗോസ്റ്റ് ഹൗസിൽ പോകാം. നമുക്ക് ഈ ക്യൂ ഒന്ന് കഴിയുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് പോകാം. പിള്ളേർ കളിക്കാനുള്ള റൈഡും കാര്യങ്ങളൊക്കെ അവിടെ തന്നെയുണ്ട്, ചെറിയ റൈഡൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളും ക്യൂ ഒക്കെ നിന്ന് ഈ ഗോസ്റ്റ് ഹൗസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് ഗോസ്റ്റ് ഹൗസിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഉള്ള വിശേഷങ്ങൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കാണും. ഇങ്ങോട്ട് നോക്ക്, ചോത്ത് അങ്ങനെ ഗോസ്റ്റ് ഹൗസും കാര്യങ്ങളും കണ്ടിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പം ഇനി 3D വാട്ടർ ഷോ ആണ്. അതിനും അത്യാവശ്യം ലൈനും ക്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതൊന്ന് കണ്ടിട്ട് നമുക്ക് വരാം.
സ്വാഗതം. രംഗച്ചടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്മാൻ കർസി
നിങ്ങൾക്കേവർക്കും CSI തെന്മുളക്കുഴി സഭയുടെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. ഇതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് തിരക്കിന് ഒരു കുറവുമില്ല. അപ്പോൾ ഇന്നും കൂടെ ഉള്ളൂ, നിങ്ങളത് പോയി കണ്ടെത്തത് കയറി ഒന്ന് പോയി നോക്കണം. അടിപൊളി പ്രോഗ്രാമാണേ.